ഹലോ എന്താ പരിപാടി? ഒന്നുമില്ല. അപ്പൊ വന്നിട്ട് പോയല്ലേ? എന്ത് പറഞ്ഞു? കൊറേ വിഷമം പറഞ്ഞിട്ട് പോയി. ആരും അങ്ങോട്ട് അടുക്കണില്ല അല്ലേ? അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചാടോ. ചേട്ടൻ വിളിച്ചാ? ഇല്ല, തിരക്കായിരിക്കും. 2 ദിവസമായിട്ട് നിങ്ങളുടെ കെമിസ്ട്രി അങ്ങോട്ട് വർക്കൗട്ട് ആണല്ലോ, എന്ത് പറ്റി? ഒന്നുമില്ല, ടെൻഷനൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ ആയിരിക്കും. എന്താടി ചേച്ചി കാണത്തോണ്ടാണ്. ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ സമ്മതിക്കൂലല്ലോ, അപ്പൊ പുറകെ വരുമല്ലോ. ചേച്ചി ഞാൻ ശങ്കണ്ടേ? ആണല്ലേ. എടോ, താൻ ചേട്ടൻ അങ്ങോട്ട് വിളിച്ചായിരുന്നോ? ഇല്ല. എന്താ വിളിക്കാഞ്ഞേ? എടോ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാട്ടാ, നമ്മൾ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലേ അവരിങ്ങോട്ട് വിളിക്കൂല. ബോയ്സിന്റെ സ്വഭാവം അങ്ങനെയാ. ഇപ്പൊ തന്നെ സിദ്ധു ഗൾഫിൽ എത്ര ജോലി തിരക്കിലാണെങ്കിലും എല്ലാ ദിവസവും എന്നെ വിളിക്കും. എന്തുകൊണ്ടാന്നറിയോ? സിദ്ധു വിളിച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കൂല, അടുത്ത ദിവസവും വിളിക്കൂല. അപ്പൊ പേടിച്ചിട്ട് ചറ പറന്ന് വിളിച്ചോണ്ടേയിരിക്കും. അല്ല, ഞാൻ വിഷ്ണുവിന് തിരക്കല്ലേ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് വെച്ചിട്ടാ. ബുദ്ധിമുട്ടാ? എന്ത് ബുദ്ധിമുട്ട്? എടോ, നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഒരു അളവിലൊക്കെ. ഇനിയും തൊട്ട് ശ്രദ്ധിക്കാം. അല്ല, ലച്ചുവിന് ഇതൊക്കെ എങ്ങനെ അറിയാം? അറിയാ, ഇവിടെ ഓരോന്നൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടുപഠിച്ച് നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നതാണ്. ഈ എടഞ്ഞ കൊമ്പനെ പോലെ നടന്ന അച്ഛനെ വലിച്ചു കെട്ടിയതാരാ? അമ്മ. അതുപോലെ തന്നെ ചേട്ടൻ എന്തെങ്കിലും ഷോ കാണിച്ചാ താനും തിരിച്ച് ഷോ കാണിക്കണം. എടോ, താൻ ചെറുതായിട്ട് വയലന്റ് ആയാൽ മതി, ചേട്ടൻ പേടിച്ചു പോക്കോളും. ഈ കാണിക്കുന്ന ഷോ മാത്രമേ വെറും പൊട്ടനാ. ആരാടി പൊട്ടൻ? ചേട്ടൻ. അയ്യോ അമ്മ, ഞാൻ വിചാരിച്ചു സിദ്ധു ആയിരിക്കും പൊട്ടന്ന്. അല്ലമ്മ, ഞങ്ങള് വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അമ്മ അടുക്കളയിലല്ലായിരുന്നോ അമ്മേ? ഞാൻ നിന്നെ തേടി വന്നതാ. നീ ഇവിടെ ഉണ്ടാവോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ക്ലിയർ ആയി. പക്ഷേ ഇവള് പറയുന്നൊന്നും നീ കേട്ടനുസരിക്കാനൊന്നും നിൽക്കരുത്. പിന്നെ ഇവളെ റോൾ മോഡൽ ആക്കാനും ശ്രമിക്കരുത്, ലൈഫ് പോകും. പിന്നെ ലച്ചു എന്ന് പറഞ്ഞാൽ ജോലിക്കും പോകുന്നില്ല, പഠിക്കാനും പോകുന്നില്ല. ഇവിടെ അവള് ഭർത്താവ് മാസം ശമ്പളം അയച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കഷ്ടിച്ച് ജീവിച്ചു പോകും. അതില്ലെങ്കിൽ അവൾക്ക് കഴിക്കാനൊക്കെ കിട്ടും. ഇത്രയേ ഉള്ളൂ ലച്ചു. കൊള്ളാലോ അമ്മ, മരുമോളുടെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം മോൾ ഇടിച്ചു കളിച്ച് സംസാരിക്കുന്ന. എടോ, ഞാനിവിടെ വെറുതെ ഭക്ഷണം കഴിക്കുമല്ലേട്ടാ, മാസാമാസം ഒരു തുക കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക്. പിന്നെ ഇവിടുത്തെ ഇളയ സന്താനത്തിന്റെ കാര്യം നോക്കുന്നുണ്ട്, അടുക്കളയിൽ അമ്മേനെ സഹായിക്കുന്നുണ്ട്, വീട് നോക്കുന്നുണ്ട്. പോസിറ്റീവ് സൈഡ് ഒന്നും പറയരുത് കേട്ടോ അമ്മ. ലച്ചു എന്നാലും ലച്ചുവിന്റെ പോസിറ്റീവ് സൈഡ് കംപ്ലീറ്റ് പറഞ്ഞുകൊണ്ട് ലച്ചുവിന്റെ നെഗറ്റീവ് സൈഡ് ഞാൻ എന്നങ്ങ് പറയാം. ദേഷ്യം വന്ന ലച്ചു അച്ഛനെ പോലും ഉപദ്രവിക്കാൻ ഒരു മടിയില്ലാത്ത ആളാ. ഇപ്പൊ വരാട്ടാ അമ്മ, ഇങ്ങോട്ട് വന്നേ. എവിടെ പോണ്? നമുക്ക് അടുക്കളയിലോട്ട് പോവാം. നീ ഇവിടെ നിന്നാ ശരിയാവില്ല. അമ്മ ഇവിടെ നിന്നാ ശരിയാവില്ല. വാ. പിന്നെ വേറൊരു കാര്യം, ലച്ചുവിന് വേറൊരു കുഴപ്പം കൂടിയുണ്ട്. ലച്ചു വല്ലപ്പോഴും ഒക്കെ കുളിക്കാനും നനയ്ക്കാനൊക്കെ നിൽക്കാറുള്ളൂ എന്നൊരു വർത്താനം ഇവിടെ ഉണ്ട്. അതിലെത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. നീ വിളിച്ചായിരുന്നല്ലേ? എന്റെ ഫോൺ പാൻസിലായിരുന്നു, ഞാൻ എപ്പോഴാ കണ്ടേ? അതിപ്പോ 1-2 വട്ടം വിളിച്ചായിരുന്നു. അല്ല, 3 വട്ടം വിളിച്ചു. എപ്പാ നോക്ക്. ഞാൻ ഓഫീസിൽ മീറ്റിങ്ങിനിടയിൽ നീ വിളിച്ചത്. അപ്പൊ തലപ്രാന്തടുത്ത് മീറ്റിംഗ് ആയിരുന്നു. അല്ലാതെ തന്നെ കോൾ കണ്ടിട്ട് നീ മനഃപൂർവ്വം എടുക്കാഞ്ഞല്ലേ? കോൾ കണ്ടിട്ട് മനഃപൂർവ്വം എടുക്കാഞ്ഞതല്ലെന്നാ? അതുകൊണ്ടല്ലേ ഞാനും പറഞ്ഞേ, നിനക്കിടയ്ക്ക് ഫ്രീ ആയപ്പോ എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? നീ ഇവിടെ നിന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് കയറിയിരുന്നു. ഇവിടെ എന്താ എനിക്ക് ചോദ്യം ചെയ്യാൻ ചെയ്യാൻ പാടില്ല. നിനക്ക് അപ്പൊ ഇന്ന് ഒഫീഷ്യൽ കാര്യം അല്ലാതെ വേറെ ആരെയും വിളിക്കാൻ സമയം കിട്ടിയിട്ടില്ല അല്ലേ? എവിടെ സമയം കിട്ടണത്? ഇനി ഞാൻ പറഞ്ഞില്ലേ ഓഫീസിലെ പ്രഷറാണെന്ന്. ഇവിടെ കല്യാണത്തിന്റെ പേര് പറഞ്ഞ് കുറച്ച് ലീവ് എടുത്തില്ലേ, അത് മൊത്തം പെൻഡിങ് മാർക്ക് കൂടി. പിന്നെ പോരാതെ തന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ചെലവ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മമാര് ഭയങ്കര ഒച്ചയും ബഹളം. ഞാൻ അതോട്ട് വന്നേ. എന്താണ് കാണിക്കണത്? എന്ത് കാണിക്കണത്? എന്തോ അഭിപ്രായം എന്താ? എന്താ നീ എന്ത് നോക്കണതാ? ടെൻഷൻ അടിക്കുന്നത്? എനിക്കൊന്നും ടെൻഷൻ. ഞാൻ ആരെയും വിളിച്ചാൽ നോക്കണായിരിക്കും അല്ലേ? നോക്ക് കൊള്ളാം, സൂപ്പർ. ഒന്ന് മിണ്ടാണ്ട് നിക്ക്. കൊറേ കോള് വിളിച്ചിട്ടുണ്ടല്ലോ. അതെന്റെ മൊത്തം ക്ലയൻസാ. അമ്മ നീലമ്മയല്ലേ? അമ്മയുടെ ഞാൻ വിളിച്ചായിരുന്നു. അതിനൊക്കെ സമയമുണ്ടല്ലേ? ഒരു ബാംഗ്ലൂർ കോൾ ഉണ്ടല്ലോ, ജെറി ബാംഗ്ലൂർ. ഇതെന്താ ക്ലയന്റ് ആണോ? ഇത് ക്ലയന്റ് ഒന്നുമില്ല, എന്റെ ഫ്രണ്ടാ. അവനെ കുറെ നാളായിട്ട് അവനെ വിളിച്ചിട്ടില്ല. മിസ് ചെയ്തപ്പോ ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് വിളിച്ചാ. അമ്മേ ഫ്രണ്ടിനെ ഒക്കെ വിളിക്കാൻ സമയമുണ്ട്, എന്നെ വിളിക്കാൻ മാത്രം സമയം ഉണ്ടായിരുന്നില്ല അല്ലേ? നീ എന്റെ കൂടെ ഇവിടെ വീട്ടിലില്ലേ, പിന്നെന്താ? അമ്മയുടെ വീട്ടിൽ തന്നെ അല്ലേ? ഞാൻ നോക്കട്ടെ നീ വേറെ ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ? വേറെ ആരും വിളിക്കാനാ? ഫോൺ നിലത്തിരുന്നാടി. എന്നെ എടുത്തറിയും ഫോൺ വേണ്ടി അടി ഉണ്ടാക്കിയ. ഫോൺ വേണ്ടി അടി ഉണ്ടാക്കി.
എന്താ നാട്ടുകാരെയാണോ അമ്മ അമ്മ അടിക്കലമ്മ അമ്മ അടിക്കലമ്മ അമ്മ ഇവിടെ കിടന്നാടി കൂടെ നാട്ടുകാരെ എന്ത് വിചാരിക്കോടാ എന്താ കൊച്ചേ പ്രശ്നം? അവന്റെ ഫോണൊന്നും എടുത്തേനാ. അവളെ ഞാൻ വിളിച്ചില്ല പോലും. അവളെ ഞാൻ ഫോണിൽ നിന്ന് വിളിച്ചില്ല പോലും. അയ്യതെന്ത് നാണക്കേടാ. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നില്ലേ? അതിപ്പോ ലവ് മാരേജ് ആയാലും ശരി തന്നെ ലിവിങ് ടുഗദർ ആയാലും ശരി തന്നെ ആണും പെണ്ണും എവിടെ ഒരുമിച്ചുണ്ട് അവിടെ അടി കിടക്കാം, അത് വേറെ കേസ്. നിർത്തണം. അപ്പൊ എല്ലാ രീതിയിലും അടി തുടങ്ങിയല്ലേ? കേറി പോകത്തല്ല, കേറി പോടാവത്ത്, കേറി പോച്ചേ, കേറി പോടാവത്ത്. വെച്ചോടേക്ക് പോട്ടെ, പോ പോ എല്ലാം പോ. എന്താവേ നീ നേരത്തെ ഒരു തിരി കൊളുത്തിയില്ലേ, ആ തിരി ഇപ്പോഴാണ് പൊട്ടിയത്. കേറി പോടി.